ഹലോ, ഞങ്ങൾ യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോയിട്ടോ. കേരളത്തിലെ ടൂർ കമ്പനി ആയിട്ടുള്ള ഫോർച്യൂൺ ടൂസിൻ്റെ ട്രാവൽ പ്രീമിയം പാക്കേജ് എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. കൊച്ചിയിൽ നിന്നും ഏപ്രിൽ 10 രാവിലെ ഒരു 8:30 ഞങ്ങൾ യാത്ര തുടങ്ങി. എൻ്റെ പേര് ഡോക്ടർ ജിഷ മേരി. ഞാൻ ഹോമിയോ ഡോക്ടറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമാണ്. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു യൂറോപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഈവൻ അത് പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ പോലും ഈ യാത്രയിൽ നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യാത്ര നിങ്ങൾക്ക് കുറച്ചും കൂടി ആസ്വാദ്യകരമാക്കാനായിട്ട് സഹായിക്കും. കാരണം പല കാര്യങ്ങളും ഞങ്ങൾ ഈ യാത്രയിലൂടെ അനുഭവിച്ച് മാത്രം മനസ്സിലാക്കിയതാണ്. ഈവൻ നമ്മൾ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പേപ്പേഴ്സ് എന്തൊക്കെയാണ് ക്ലിയർ ചെയ്യേണ്ടത്, എപ്പോൾ തുടങ്ങി നമ്മളിതിന് പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഓരോ വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്കിത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് കുറച്ചുകൂടി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങളുടെ യാത്ര കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കാമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ വീഡിയോയിലായിട്ട് കുറേശ്ശെ ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ, ഞങ്ങൾ താമസിച്ച ഹോട്ടലുകൾ, അവിടെ ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണം, അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു, അത് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ താമസിക്കുന്ന സമയത്ത് ഓരോരോ പ്രത്യേകത, ആ പ്രദേശത്തെ അനുസരിച്ചിട്ട് ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്, ക്ലൈമറ്റ് വ്യത്യാസമുണ്ട്, അവിടുത്തെ റൂമുകൾ വ്യത്യാസമുണ്ട്, അവിടുത്തെ കൾച്ചർ വ്യത്യാസമുണ്ട്, ഈവൻ ബാത്റൂമിലെ പൈപ്പുകൾക്ക് വരെ വ്യത്യാസമുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ തന്നെ കുറേ സമയം എടുത്തു. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങളുടെ പാക്കിങ്ങും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളാണ് കുറച്ച് വീഡിയോകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ എൻജോയ് ചെയ്യുക, ഇതിലെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നിങ്ങൾ ഷെയർ ചെയ്യാം. പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് ഞങ്ങൾ പോയത്. ഏറ്റവും ചെറിയ കുട്ടി മുതൽ 76 വയസ്സുള്ള ആൾക്കാർ ഈ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നു. ഫോർച്യൂൺ കമ്പനി തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു കൊച്ചു പയ്യൻ, അങ്ങനെ തന്നെ നമ്മൾ പറയണം കേട്ടോ, റിക്കോ എന്ന് പേരുള്ള ഒരു പയ്യനായിരുന്നു നമ്മുടെ ടീം ലീഡർ. ആക്ച്വലി നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ടാണ് നമ്മളെ അവൻ കൊണ്ടുവരുന്നതെന്ന് പറയാം. കാരണം ഇത്രയും നല്ല ട്രിപ്പ് കിട്ടാൻ അവനൊരു കാരണം തന്നെയായിരുന്നു. നല്ലൊരു പുഞ്ചിരിയോടുകൂടി ഈ എയറോഡ്രമിൽ നമ്മളെ അവർ സ്വീകരിച്ചു. അങ്ങനെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ക്യാപ്പും തന്നു, ഫോർച്യൂണിൻ്റെ ഉണ്ടാവും, ഒരു ബാഗും തന്നു. ഓക്കെ, ഈ ക്യാപ്പും ബാഗും കിട്ടിയപ്പോണ്ടല്ലോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ കയ്യിൽ 9 ബാഗ്സ് ഉണ്ട്, 5 ബാക്ക് പാക്കും 4 ട്രോളി ഉണ്ട്. അതിൻ്റെ കൂടെ 5 ബാഗ് ഓരോരുത്തർക്കും തന്നപ്പോൾ ശരിക്കും ഇതൊരു ബാധ്യതയായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത് കേട്ടോ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത്, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ട്രിപ്പിന് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ പൂരപ്പറമ്പിൻ്റെ ആളാണ് ഓരോ സ്ഥലങ്ങളിലും. അപ്പം നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് സൂക്ഷിക്കാനും, അതിന് കുറേ കള്ളികളൊക്കെ ഉണ്ട് ഈ ബാഗിനകത്ത്. അപ്പോൾ അത് സൂക്ഷിക്കാനും, അതുപോലെ തന്നെ ആളുകളെ പരസ്പരം ഗ്രൂപ്പിലുള്ളവരെ തിരിച്ചറിയാനും ഒക്കെ ശരിക്കും സഹായിച്ചത് ഈ ബാഗും ഈ ക്യാപ്പും തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഒരു ഹെൽപ്പായി. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, അതായത് ഒമാൻ എയറിലാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. നല്ല ട്രാവലിംഗ് ആയിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ട് തരാം. നല്ല ട്രിപ്പ്, നല്ലൊരു ട്രാവലായിരുന്നു നമുക്ക് കിട്ടിയത്. ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ കൊണ്ട് നമ്മൾ മസ്കറ്റിലെത്തി. മസ്കറ്റിൽ കുറച്ച് സമയം സ്റ്റേ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടുന്ന് അടുത്ത ഒമാൻ എയറിൽ നമ്മൾ പാരീസിലെത്തി. അത് ആക്ച്വലി 6.5 hours കൊണ്ട് നമ്മൾ എത്തേണ്ട ഒരു ട്രിപ്പായിരുന്നു. കാരണം യുദ്ധം വന്നതോടുകൂടി ഈ ഒരു വഴി നമ്മളൊന്ന് തിരിച്ചു വിട്ടിട്ട് അതിനേക്കാൾ കൂടുതൽ സമയം എടുത്ത്, ഏതാണ്ട് ഒരു 8 hours ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ, അതിനേക്കാൾ കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ഫ്രാൻസിലെ പാരീസിൽ എത്തിച്ചേർന്നത്. ഞങ്ങളുടെ പാരീസ് ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 8:15 കൂടിയാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയത്. ഞങ്ങൾ 3 പേരും ഒരു സീറ്റിലായിരുന്നു, മമ്മിയും ഹസ്ബൻഡും വേറെ സീറ്റിലായിരുന്നു. നമുക്ക് ഫോർച്യൂൺ ടൂസിൻ്റെ ബാഗും ക്യാപ്പും തന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒമാൻ എയറിലാണ് നമ്മൾ പോയത്. അവിടുത്തെ എയർ ഹോസ്റ്റസിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തതാണ്. ഇതാണ് ഒമാൻ എയറിൻ്റെ ഉൾവശം. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു. എയർ ഹോസ്റ്റസിനെ കാണാം. നമ്മളെ വളരെ സേഫായിട്ട് കടത്തി വിടുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാബിൻസാണ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, പിന്നെ എക്കോണമി ക്ലാസ് ഉണ്ട്. നമുക്ക് സീറ്റിൻ്റെ മുന്നിലായിട്ട് സ്ക്രീൻ അവൈലബിൾ ആയിരുന്നു. അതായിരുന്നു ഏറ്റവും ഹൈലൈറ്റ്. അപ്പോൾ സ്ക്രീനിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ്, എങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ പുറത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ്, അതൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുപോലെ ഫ്ലൈറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏതിലെയാണ് പോകുന്നത്. ഇപ്പോൾ കാണാം ലക്ഷദ്വീപ് സീൻ്റെ മുഴുക്കൂടെ. ഇത് കണ്ടോ, നമ്മുടെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക കൊച്ചിയിൽ നിന്ന് കേട്ടോ, മൂവ് ചെയ്തു. അപ്പം എത്ര മണിക്കൂർ കൊണ്ട് നമ്മൾ ഒമാൻ മസ്കറ്റ് എയർപോർട്ടിൽ എത്തിച്ചേരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. നാവിഗേഷൻ, നമ്മുടെ ഫ്ലൈറ്റ് നാവിഗേഷനാണ് കാണിക്കുന്നത്. ബിഗ് സ്ക്രീനിനകത്ത് ഇങ്ങനെ കാണാം. അതല്ലെങ്കിൽ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ഉണ്ട്, മൂവി നമുക്ക് വാച്ച് ചെയ്യാം, TV കാണാം, ഗെയിംസ് ഉണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഗെയിംസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിനൊരു ഹെഡ്സെറ്റ്, എല്ലാവർക്കും പേഴ്സണൽ ഹെഡ്സെറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഹെഡ്സെറ്റ് നമുക്ക് പേഴ്സണലി ഒരാൾക്ക് ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും. ആ ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ആരെയും ശല്യമില്ലാണ്ട് സുഖമായിട്ടിരുന്നിട്ട് നമുക്കിത് വാച്ച് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ലോങ് ട്രാവൽ നമ്മൾ ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല. വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഈ സ്ക്രീൻ കണ്ടുകൊണ്ട് നമുക്ക് പോകാമായിരുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒട്ടും ബോറിംഗ് തോന്നാതെ പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഫുഡ് വന്നു കേട്ടോ. ഏതാണ്ട് ഒരു 1 hour കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. ഒത്തിരി പ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ബണ്ണാണ് മെയിനായിട്ടുള്ള ആൾ. ബണ്ണുണ്ട്, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ബണ്ണാണ്. അതിൻ്റെ കൂടെ ബട്ടർ ഉണ്ടായിരുന്നു, സോൾട്ടഡ് ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻറ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന എഗ്ഗാണ് അതിൻ്റെ കൂടെ. അതുപോലെ തന്നെ കടലക്കറിയുണ്ട്, പീസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിക്കാനായിട്ട് നമുക്ക് ഫോർക്കും സ്പൂണും എല്ലാവർക്കും പേഴ്സണലി നൈഫും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് അവൈലബിൾ ആയിരുന്നു. പിന്നെ നമുക്ക് വെള്ളം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ പെപ്പറോ സോൾട്ടോ ആഡ് ചെയ്ത് കഴിക്കാൻ അത് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് 4 തരത്തിലുള്ള ഡ്രിങ്ക്സ് അവൈലബിൾ ആയിരുന്നു. ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ടീ, കോഫി. അപ്പോൾ ഇതിൽ 4 നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സെലക്ട് ചെയ്യാം. നല്ല ടേസ്റ്റി ഭക്ഷണമായിരുന്നു. അപ്പോൾ നമ്മൾ സൗകര്യപൂർവ്വം ഒത്തിരി സമയമുണ്ടല്ലോ, സമയം എടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാമായിരുന്നു. അങ്ങനെ ഫുഡ് എൻജോയ് ചെയ്യാണ് ഗൈസ്. നമ്മുടെ ബണ്ണ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്, ടേസ്റ്റി ആയിട്ടുള്ള ബണ്ണാണ്. ഇതാണ് ഒരു പ്രത്യേക തരത്തിൽ എഗ്ഗാണ്. അത് പ്രത്യേക തരത്തിൽ അവർ ചെയ്തിരിക്കുന്ന എഗ്ഗാണ്. സോൾട്ടും പെപ്പറും നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാമായിരുന്നു. ഇത് സോസേജാണ്. അതിൻ്റെ ഇവിടെ പീസ്, ഗ്രീൻ പീസ്, കറിയും ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്. കുട്ടികൾക്കും അത്യാവശ്യത്തിന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് തന്നെയായിരുന്നു. ഷുഗർ നമുക്ക് എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വെറ്റ് വൈപ്സും നമുക്കതിൻ്റെ കൂടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെള്ളമാണ്, ആ ഒരു നീല കപ്പ് പോലെയുള്ള സംഗതിയിൽ കാണുന്നത് വെള്ളമാണ്. നല്ല ടേസ്റ്റി ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ്. ആ ഒരു ചെറിയൊരു ബോക്സ് പോലെ കാണുന്നത് അതിനകത്ത് ഫ്രൂട്ട്സാണ്. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വാഷ്റൂമിൽ പോവാം. അപ്പോൾ അതിനുള്ളൊരു ക്യൂ ആണ് എൻ്റെ സൈഡിൽ കാണുന്നത്. ഒത്തിരി പേര് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊരു ഫ്ലൈറ്റിലാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ അത്രയും കംഫർട്ടബിൾ ഫ്ലൈറ്റായിരുന്നു. ഇനി 3.25 മണിക്കൂറോളം എടുത്തു നമ്മുടെ ജേർണി. അപ്പോൾ താഴെ ഇറങ്ങാനായപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ദൃശ്യങ്ങളാണിത്. പതിയെ നമുക്ക് എയർപോർട്ടിൻ്റെ ചെറിയ എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീണ്ടും നമ്മൾ നാവിഗേഷൻ ചെക്ക് ചെയ്താൽ എത്ര സമയം കൊണ്ട് എത്തും എന്നുള്ളത് പിന്നെയും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ അനൗൺസ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അതിൽ കാണാം സ്ക്രീനിൽ എത്ര അടി ഹൈറ്റിലാണ് നമ്മുടെ ഫ്ലൈറ്റ് പോകുന്നത്, ഫ്ലൈറ്റിൻ്റെ മുകൾ ഭാഗം, താഴ്ഭാഗം, സൈഡ്, ഇതെല്ലാം നമുക്ക് കാണാം. അതിനിടയ്ക്ക് അനൗൺസ്മെൻറ്റ്സ് വരുമ്പോൾ ആ അനൗൺസ്മെൻറ്റ്സിൻ്റെ പ്രത്യേകം കാണിക്കും, സ്ക്രീൻ വരും. അപ്പോൾ നമുക്ക് ആ അനൗൺസ്മെൻറ്റ്സ് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇതുപോലെ ടച്ച് സ്ക്രീനാണ്, നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് മാപ്പ് എടുക്കാം. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്സിന് കാണണമെങ്കിൽ കാണാം. അങ്ങനെയുള്ള ഇത് നമ്മുടെ ഫ്ലൈറ്റാണ് കാണുന്നത് കേട്ടോ. ഫ്ലൈറ്റ് വന്ന വഴിയാണ് കാണുന്നത്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് വന്ന് അതേ സീ ക്രോസ് ചെയ്ത് അങ്ങനെ പോയി ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നു. കാണാം അതിനകത്ത് മസ്കറ്റ് എയർപോർട്ട് നമുക്ക് കാണാം. യെസ്, ദാറ്റ് ഈസ് അവർ ഡെസ്റ്റിനേഷൻ. ഏതാണ്ട് 1/2 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിലെത്തും. ഇതേ നോക്കിയാൽ നമുക്ക് താഴെ ആ മരുഭൂമി നമുക്ക് കാണാം. നമ്മുടെ നാട് എത്ര സുന്ദരമാണ് എന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടോ, സീ കാണാം. സീയിൽ തിരമാലകളാണ് വെള്ള കളറിൽ കാണുന്നത്.
തിരയോടടുക്കുമ്പോൾ കടലിൻ്റെ തീരത്തോടടുക്കുമ്പോൾ ഒരു പച്ച കളറാണ് കടലിന്. നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ സൈഡിലായിട്ട് ഒത്തിരി കെട്ടിടങ്ങൾ, വീടുകളായിരിക്കാം, വ്യാപാര സ്ഥാപനങ്ങളായിരിക്കാം. റോഡ് കാണുന്നുണ്ട്, റോഡിലൂടെ വാഹനങ്ങൾ മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി. സോഫ്റ്റ് ലോഞ്ചിങ് ആയിരുന്നു. ഒട്ടും ഡിസ്റ്റർബൻസോ ടർബുലൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് മോർണിംഗ് ടൈം ആയതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിരുന്നു യാത്ര. ഏതാണ്ട് ഒരു 11:45 കൂടി തന്നെ നമ്മൾ ലാൻഡ് ചെയ്തു. ഇത് നമ്മുടെ ഫ്ലൈറ്റ് അല്ല കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് പെട്ടികൾ ഇറക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്ത് വേറെ ഫ്ലൈറ്റുകൾ വന്ന് ഒമാൻ എയറിൻ്റെ മറ്റ് ഫ്ലൈറ്റുകൾ വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ എല്ലാവരും ഇറങ്ങാനുള്ള തത്രപ്പാടിലാണ്. എല്ലാവരും ബാഗേജൊക്കെ പുറത്തിറക്കി തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാഴ്ചകളൊക്കെ കണ്ട് പുതിയ പുതിയ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക്. ഇതവിടുന്ന് നമ്മൾ നടന്നു പോകുന്ന എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. ഒത്തിരി ദൂരം നമുക്ക് നടക്കാനുണ്ട്. ഒട്ടും ക്രൗഡഡ് അല്ല, പക്ഷേ നടക്കുന്നത് ഈസി ആക്കാൻ വേണ്ടി ഒരു മൂവിങ് പാത്ത് വേ ആണിത്. മൂവിങ് പാത്ത് വേ. നമ്മൾ കാലിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എസ്കലേറ്റർ പോലെ, എസ്കലേറ്ററാണത്. അപ്പം കാല് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അതങ്ങനെ മൂവ് ചെയ്യും, സ്ലോലി മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം നടക്കാതെ കഴിച്ചു കൂട്ടാം. അങ്ങനെ ഒട്ടും റഷ് ഇല്ലാത്തൊരു സ്ഥലത്തൂടെ നമ്മൾ നടന്ന് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മൾ ഒത്തിരിയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. ഒഴിഞ്ഞു കിടക്കുന്നൊരു പൂരപ്പറമ്പ് പോലെ എങ്ങനെ ഭംഗിയായിട്ട് കിടക്കുകയാണ് എയർപോർട്ടിൻ്റെ ഉൾവശം. ഭയങ്കര നീറ്റായിട്ട് ഭംഗിയായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു ലോകം തന്നെയാണ് ഇത്. നമ്മളവിടെ എത്തിയതിന് ശേഷം വൈഫൈ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യൂ ആണിത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ വൈഫൈ കിട്ടാൻ. പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ഫോണിൽ വൈഫൈ എടുത്തു തന്നു എളുപ്പത്തിൽ. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ. ബൈ.